എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്ക്രീനെ കാണുന്നത് നാളത്തെ ദിവസം നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി, അതായത് നമ്മൾ പറയുന്ന രീതിയിലുള്ള ലെവലുകൾ വരുവാണെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി എടുത്തു വച്ചേക്കുന്ന ഷെയറുകളാണ്. അപ്പം ഏകദേശം 16 ഷെയറുകളുണ്ട്. അതിൽ 2 ഷെയർ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 2 ഷെയർ ഈ ആവറേജിന് മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും, താഴോട്ട് വരാൻ നല്ല ചാൻസ് ആയിരിക്കും. ഈ പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നത്തെ ഹൈയുടെ മുകളിൽ വരണമെന്നില്ല. ഈ ആവറേജിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നമുക്ക് ഇറങ്ങുമ്പോൾ ഈ ലെവലിന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാം. എന്നിട്ട് ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. ഈ ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്ന ഷെയർ ASM ലിസ്റ്റിലാണ്. അതിൽ നിന്നിപ്പം എനിക്ക് തോന്നുന്നു മാർജിൻ കൂടുതലായിരിക്കും. മിക്കവാറും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സൊന്നും അത് അലോ ചെയ്യില്ല. ചെയ്യാൻ പറ്റുന്നവരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കുക. ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ള ഒരു ഷെയറാണ്. പിന്നെ റിക്കോട്ടോയും ശ്രദ്ധിക്കുക. റിക്കോട്ടോ ഇന്ന് അതിൻ്റെ ഒരു അപ് ട്രെൻഡ്, ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു അപ് ട്രെൻഡ് അതിൻ്റെ കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ ഇതൊരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ടാണ് ഈ ഷെയറിനകത്ത് നടന്നേക്കുന്നത്. ഞാൻ എൻ്റെ ചാർട്ട് കാണിക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അത് ആ ലെവല് റീടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും തിരിച്ച് പറന്ന് കയറും ഈ ഷെയർ. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. റിക്കോട്ടോ റിക്കോട്ടോയ്ക്കകത്ത് ഇത് കണ്ടോ, നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ കണ്ടോ, ഇത് 2007 ഈ റേഞ്ചിലിരുന്ന ഷെയറാണ്. 2007 ഇരുന്നതിന് ശേഷം അത് എവിടെ വന്നു? 7 രൂപയായി വന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് കയറി ആ സെയിം പ്രൈസായി വന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് 2020 കൊറോണ ടൈമിലായപ്പോഴും 15-16 രൂപ വന്നു. വീണ്ടും തിരിച്ച് കയറി ഈ ലെവല് ഹെവി വോളിയത്തോടാണ് ബ്രേക്ക് ഔട്ടായത്. അതാണ് ഹെവി മൂവ്മെൻ്റ് ആ ഷെയറിനകത്ത് വരുന്നത്. ചെറിയ ഷെയർ ആണെങ്കിൽ പോലും ഇത്, അഥവാ ഈ റേഞ്ച് നമുക്ക് നാളത്തേന് ഷോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഈ 109, അതായത് ഈ റേഞ്ചിനുള്ളിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഷെയർ അക്യുമുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ തിരിച്ച് നല്ലതായിട്ട് കയറും. ഈ പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് വന്നു കഴിയുമ്പോൾ ആൾക്കാർ ചെയ്യുന്ന രീതിയിൽ ഇവിടെ എടുത്തായിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ. പക്ഷേ ഞാനിത് കഴിഞ്ഞ ദിവസമാണ് ഇത് ശ്രദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചപ്പോഴാണ് ഇത് മനസ്സിലായത്. ഇത് മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട്. അപ്പോൾ അതിൽ നമുക്ക് നല്ല ചാൻസ് റീടെസ്റ്റ് നടത്തിയിട്ട് തിരിച്ച് കയറാനൊരു ചാൻസാണ്. റീടെസ്റ്റ് നടത്തുന്നത് ഇവിടെ ആയിരിക്കും, ഈ 109-110 റേഞ്ചിലായിരിക്കും. അവിടുന്ന് പെട്ടെന്ന് വിൽക്കാൻ ഒരു ബൗൺസ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ബൗൺസ് ആയാൽ ചിലപ്പോൾ 200 റേഞ്ചിലോട്ടൊക്കെ വരാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഡാറ്റ പാറ്റേൺസും നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ഹൈ ആണ് ഡാറ്റ പാറ്റേൺസ്. നല്ല ഹൈയിൽ പോയി. ഇപ്പം മന്ത് വൈസ് നോക്കേണ്ട കാര്യമില്ല, അത് ഡേ വൈസ് നോക്കാം. നോക്കിയേ, ഈ റേഞ്ചിൽ നിന്നാണ് ഇത് നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാകും. ഈ ഹൈ ആ സമയത്തുള്ള ഹൈ റേഞ്ചിൽ ബ്രേക്ക് ഔട്ട് തന്നെ ഇവിടെ നടന്നതാണ്. ഇത് കണ്ടില്ലേ, പല പ്രാവശ്യം ഇവിടെ ഇടിച്ച് നിന്ന സാധനം 2100 റേഞ്ചിൽ. എന്നിട്ടത് ബ്രേക്ക് ആകുന്ന സമയത്തെ വോളിയം കണ്ടില്ലേ, ഈ 3 ഡേയിലെ വോളിയം കണ്ടില്ലേ, ഹെവി വോളിയമാണ്. പിന്നെ ഇടയ്ക്ക് 2 ദിവസം ചെറിയ സെല്ലിങ് വന്നെങ്കിലും പക്ഷേ അതിനെക്കാട്ടി സ്പീഡ് തിരിച്ച് കയറിപ്പോയി.
അപ്പോൾ ഇതിനകത്തിപ്പം ഒരു റീസെൻ്റ് ഈ ഒരു ക്യാൻഡിൽ ഫെബ്രുവരി 14 1700 രൂപ ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ വന്നിട്ട് മാർച്ച് 4 ആയപ്പോഴത്തേന് ഏകദേശം 1200 രൂപയ്ക്ക് അടുത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് ഒരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ്. ഈ റേഞ്ച് ഞാൻ പറഞ്ഞ ആവറേജ് റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ 2967 എന്നല്ലേ പറഞ്ഞേ, 2967 അവിടുന്നത് കുറച്ച് ഇറങ്ങാൻ ചാൻസ്. ഇറങ്ങുവാണെങ്കിൽ ഈ 2600 റേഞ്ചിലോട്ടൊക്കെ വരാം. 1-2 ദിവസം കൊണ്ടൊക്കെ ഹെവി മൂവ്മെൻറ്റ് വന്നതുകൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ഒരു 300-350 രൂപയൊക്കെ ഇറങ്ങി വരാം ഈ ഷെയർ. അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ എന്ന് പറയുന്നത് ഈ മോണ്ടി കാർലോ എന്ന് പറയുന്ന ഈ ഷെയർ. മോണ്ടി കാർലോ 694-95 ഹൈ. അതിൻ്റെ R1 ഒന്നിൽ 700 പോയിട്ട് ഈ ലെവലിൽ കട്ട് ചെയ്ത് താഴെ വരികയാണെങ്കിൽ അവിടെ സെല്ല് ചെയ്യുക. അതല്ല എങ്കിൽ R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് R1 പോയിട്ട് ഓപ്പണിങ്ങിൽ തന്നെ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതിന് ശേഷം വേറെ MOIL എന്ന് പറയുന്ന ഷെയർ. MOIL 299.65 അതിൻ്റെ ആവറേജ് കണ്ടില്ല 1% മുകളിലാണ്. നമുക്ക് അഥവാ ഇതിൻ്റെ ഈ CPR ലെവൽ കണ്ടില്ല, എല്ലാം അടുത്തടുത്താണ്. ഓപ്പണിങ് ഇതിന് മുകളിൽ വന്നിട്ട് ഈ CPRൻ്റെ ലെവൽ താഴെ പോകും. അത് CPRൻ്റെ ലെവൽ താഴെ വരുമോ, അതല്ല ഈ ആവറേജ് താഴെ നിൽക്കുന്നത് കണ്ടാലേ അത് താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഒരു 5, 6, 7 രൂപയൊക്കെ താഴോട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ പിന്നെ ഈ ഷാലിമാർ പെയിൻറ്റ് ശ്രദ്ധിക്കണം. ഈ ഹൈയും R1 ഏകദേശം ഓപ്പണിങ്ങിൽ ചിലപ്പോൾ ഈ R1 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ അവിടെ നല്ലൊരു എൻട്രി ആയിരിക്കും. അതല്ല R1 മുകളിൽ പോയിട്ട് ഈ 2 ലെവലും കട്ട് ചെയ്താൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ കിർലോസ്കർ ബ്രദേഴ്സ് ഇതും ഒന്നുകിൽ ഈ ഹൈ പോയിട്ട് ഇറങ്ങണം. അതിനകത്ത് വോളിയം കുറവായിരിക്കും ഓപ്പണിങ്ങിൽ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെറിയ ട്രേഡ് എടുക്കുക. R1 പ്രീവിയസ് ഡേ ഹൈ ഒക്കെ പോയിട്ട് ഈ കിർലോസ്കർ ബ്രദേഴ്സ് നല്ല ചാൻസ് തരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ ആസ്പിൻ വാളും ഇതും R1 R2 റേഞ്ച് ഓപ്പണിങ്ങിൽ തന്നെ ചിലപ്പോൾ പോയിട്ട് ഇറങ്ങും. ആ സമയത്ത് ഏത് റേഞ്ചിലാണോ പോയിട്ട് ഇറങ്ങുന്നത് ആ റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ഈ റിക്കോട്ടോ, ഡാറ്റ പാറ്റേൺ, MOIL, ഷാലിമാർ പെയിൻറ്റ്, പിന്നെ BHI ഇല്ലാത്ത നാളെ ചിലപ്പം BHI ഇല്ലാത്ത അധികം ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കരുത്. അതിന് എന്തോ നല്ല ഓർഡറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ കയറിയിരിക്കുന്നത്. ചിലപ്പോൾ നാളെ കുറച്ച് ഒരു ഇച്ചിരി ഡൗൺ ട്രെൻഡ് ഒരു 5-6 രൂപയൊക്കെ താഴെ നിന്നാലും അത് തിരിച്ച് വീണ്ടും കയറി വരും ഈ ഷെയർ. എന്തായാലും ഇതൊരു ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് തോന്നുന്ന ഒരു 300 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉള്ള ഷെയറായി BHL. അതുപോലെ പിന്നെ ത്രിവേണി ശ്രദ്ധിക്കുക. ഈ R1 പോയിട്ട് താഴെ കിട്ടുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ചില ഷെയറിൻ്റെ ആവറേജ് അതിൻ്റെ ക്ലോസിങ്ങിന് അടുത്ത്, അപ്പോൾ അത് ആവറേജിന് താഴെ വരികയാണ് ആ ഷെയറിന് അതൊക്കെ ചാൻസ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ ഓയിൽ ഇന്ത്യ ക്ലോസിങ് 24.90, ഇതിൻ്റെ ആവറേജ് ഉണ്ടല്ലോ 21.63. അപ്പോൾ ഇതിന് മുകളിലൊക്കെ പോയിട്ട് പതുക്കെ ഇറങ്ങി ഈ ആവറേജിന് താഴെ നിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചാൻസ് എടുക്കാം. ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരും. പിന്നെ ആവറേജിനടുത്ത് നിൽക്കുന്നത് ഈ ഗൾഫ് ഓയിൽ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. ഇത് വലിയ ഷെയറല്ല, അപ്പോൾ ഒരു 10 രൂപ എന്ന് പറയുമ്പോൾ വലിയ ഗ്യാപ്പൊന്നുമല്ല. ഈ ത്രിവേണിയും അതുപോലെ തന്നെ ആവറേജും ക്ലോസിങ് ഏകദേശം അടുത്തടുത്താണ്. മോണ്ടി കാർലോ അത് തൽക്കാലം വേണ്ട. ഈ ISGS എന്ന് പറഞ്ഞ ഷെയറും ഏകദേശം ചാൻസ് എടുക്കാം ആവറേജ് വരുവാണെങ്കിൽ. TD പവർ സിസ്റ്റം അത് വേണ്ട. ബാക്കിയുള്ള ഷെയറുകളൊക്കെ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങുമോ, അതല്ല
നമുക്ക് ഈ ആവറേജിന് താഴെ വരുവാണെങ്കിലോ ചാൻസ് എടുക്കാം. അപ്പോൾ ഇത്രയും ഷെയറുകളുള്ള നാളെ തന്നെ. നിഫ്റ്റി ഇന്ന് ചെറിയ പ്ലസ്സിലായിരുന്നു. ബാങ്ക് നിഫ്റ്റിക്കകത്ത് ചെറിയ ചെറിയ അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ പതുക്കെ 50,000-50,000 പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തേനുള്ള ഷെയറുകൾ. ഇന്നത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറിനകത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്നത് 18 ഷെയറാണ്. 18 ഷെയറിൽ നമുക്ക് 12 ഷെയറും നല്ല ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. 12-ൽ കുറച്ച് ഷെയർ ഞാൻ കാണിക്കാം. ഇതിൽ നല്ല ചാൻസ് തന്ന ഷെയറുകൾ വാബാഗ് എന്ന് പറയുന്ന ഷെയർ. വാബാഗ് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടെ ഇറങ്ങി നമ്മൾ എൻട്രി എടുക്കുക. 765 റേഞ്ച് എടുത്തായിരുന്നെങ്കിൽ കണ്ടില്ലേ, 737 ലാസ്റ്റ് ആയപ്പോൾ 728 വരെ വന്നു. ഏകദേശം 30-35 രൂപയിൽ കൂടുതൽ പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. പിന്നെ ആക്ഷൻ കൺസ്ട്രക്ഷൻ വന്നിത് ഓപ്പണിങ്ങിൽ തന്നെ ജസ്റ്റ് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് വന്നു, അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തായിരുന്നെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം 87-88 രൂപ താഴെ വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങാഞ്ഞുകൊണ്ട് പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്നും അങ്ങനെ ചാൻസ് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് വേറെ ഫിൻ കേബിൾ എന്ന് പറയുന്ന ഷെയർ. ഫിൻ കേബിളും ഓപ്പണിങ് കണ്ടില്ലേ, ഹൈ ഓപ്പണിങ് ഒന്ന് കുറച്ച് മുകളിലോട്ട് കയറി പോയി, അതിനുശേഷം R1 അടിക്കാതെ തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ വന്നു. അപ്പോൾ നമ്മൾ 959 വരെ എൻട്രി എടുത്താൽ 942 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. വീണ്ടും തിരിച്ചാൽ പ്രീവിയസ് ഡേ ഹൈയെ വരുന്നുണ്ട്, അതിനുശേഷം വീണ്ടും തിരിച്ചിറങ്ങുന്നുണ്ട്. പല പ്രാവശ്യം വരുന്നുണ്ട്, നല്ല ചാൻസ് വരുന്നുണ്ട്. പക്ഷേ ഈ ചാൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക. 3 മണി ആ റേഞ്ചിൽ തൊട്ടുള്ള പുതിയ ഫ്രഷ് എൻട്രി ഒരിക്കലും ചെയ്യരുത്. പിന്നെ ട്രൈ ടർബൈൻ എന്ന് പറയുന്ന ഷെയർ. ട്രൈ ടർബൈൻ കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി അടിച്ചു ഇറങ്ങി. നമ്മളിവിടെ 515 റേഞ്ച് വരെ എൻട്രി എടുത്താൽ 496 490 ഏകദേശം 25-26 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അൽവാലിയ കോൺട്രാക്ട് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ R1 അടിച്ചു. ഇവിടെ പെട്ടെന്ന് നമ്മളൊരു എൻട്രി എടുത്താൽ 1144 എടുത്താൽ 1196 ഏകദേശം 48 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. പിന്നെ ഇത് ആവറേജ് ഒന്ന് വീണ്ടും ഇറങ്ങുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ കയറി അവിടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് ചെയ്തത്. പിന്നീട് ജെനിസിസ് എന്ന് പറയുന്ന ഷെയർ. ഇതല്ല, വേറെ ജെനിസിസ്. ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒന്ന് നേരെ കയറി R2 വരെ പോയിട്ട് R2ൻ്റെ മുകളിൽ ജസ്റ്റ് ടച്ചായി ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക. 642 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് 621 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വരുന്നുണ്ട്. പിന്നെ വീണ്ടും പോയി ഹൈ അടിക്കുന്നത്, വീണ്ടും ഇവിടെ തിരിച്ച് ഇവിടെ വരുമ്പോൾ എൻട്രി എടുത്ത് നമ്മൾ ഹൈയിൽ സ്റ്റോപ്പ് ലോസ് 50-ന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മളിവിടെ 43 റേഞ്ചിലെടുത്താൽ വീണ്ടും അത് തിരിച്ച് 625 റേഞ്ചിലോട്ട് വരുന്നുണ്ട്. പിന്നീട് പൈസാലോ ഡിജിറ്റൽ എന്ന് പറയുന്ന ഷെയർ. പൈസാലോ ഡിജിറ്റൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലടിച്ചു ഇറങ്ങി. ഇവിടെ 193 എന്ന് ഇറങ്ങി 181, ഇവിടെ 10 വന്നു. പിന്നെ അത് കണ്ടിന്യൂസ് അപ്പർ ട്രെൻഡിൽ തന്നെ ആ റേഞ്ചിൽ തന്നെ നിന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഒറ്റയടി താഴെ. ഈ റേഞ്ചിലൊക്കെ ധൈര്യത്തോടെ ആരെങ്കിലുമൊക്കെ എൻട്രി എടുത്തായിരുന്നേ 189 നേരെ 170 വരെ വരുന്നുണ്ട്. 19 രൂപ ഒറ്റയടിക്ക് പോയി, ഒരു 2 ക്യാൻഡിലിൽ. അതിനുശേഷം ഒപ്റ്റിമസിനകത്ത് ഓപ്പണിങ്ങിൽ ഇച്ചിരി എൻ്റെ മൂവ്മെൻറ്റ് ശരിയല്ലായിരുന്നു. ഒപ്റ്റിമസ്
ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു. ഇവിടെ വന്ന് കട്ട് ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുത്തു. പക്ഷേങ്കിൽ ആ സമയത്തൊരു ഹെവി മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. അപ്പം ഞാനത് പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വിട്ടു. പക്ഷേ അത് തിരിച്ച് ഈ റേഞ്ചിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി. പക്ഷേ ഈ റേഞ്ചിൽ ഞാൻ എൻട്രി എടുത്തില്ല. 328 റേഞ്ച് എടുത്തവർക്കൊക്കെ കണ്ടില്ലേ, 318 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ബാക്കി കുറേ വീണ്ടും ഷെയറുകളുണ്ട്. സുവൻ ഫാർമ, റിക്കോ ഓട്ടോ, NLC ഇന്ത്യ, പിന്നെ ജെനിസിസ് ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു. ഈ ബാക്കിയുള്ള ഷെയറുകൾ അങ്ങനെ 12 ഷെയർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നോക്കിയിരുന്ന് ട്രേഡ് എടുക്കുന്നവർക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പം നാളെ നമ്മൾ തന്നിരിക്കുന്ന ഷെയറുകളിൽ നോക്കുക. ചാൻസ് ഞാൻ പറഞ്ഞ രീതി വരുന്നതിനകത്ത് നോക്കി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നാളത്തെ ദിവസം ബൈ.